എല്ലാവർക്കും നമസ്കാരം. ഈ വർഷം HS അറ്റാച്ച്ഡ് 2ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആക്ടിവിറ്റി നമ്പർ 1, ഹൗ മെനി വീൽസ്? എത്ര വീലുകൾ? അപ്പു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് സോ സം ബൈസൈക്കിൾസ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പുവും അവൻ്റെ കൂട്ടുകാരും ഗ്രൗണ്ടിൽ കുറച്ച് സൈക്കിൾ ഇരിക്കുന്നത് കണ്ടു. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹൗ മെനി ബൈസൈക്കിൾസ് ആർ ദെയർ? അവിടെ എത്ര ബൈസൈക്കിളുകൾ ഉണ്ട്? എണ്ണി എഴുതിക്കോ. എത്രയുണ്ട്? 7 ബൈസൈക്കിൾസ്. ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വീൽസ് ഓഫ് ദ ബൈസൈക്കിൾസ്? സൈക്കിളുകളുടെ ആകെ ചക്രങ്ങളുടെ എണ്ണം എത്രയാണ്? മക്കളെ, ഇവിടെ 7 ബൈസൈക്കിൾസ് ഉണ്ട് അല്ലേ? ഒരു സൈക്കിളിൽ എത്ര ചക്രങ്ങളുണ്ടാകും? 2 വീൽസ് ഉണ്ടാകും അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ഉത്തരം കണ്ടെത്താം എത്ര വീൽസ് ഉണ്ടെന്ന്? 7 × 2 = 14. അപ്പോൾ എത്ര വീൽസാണ് ഉള്ളത്? 14 വീൽസ്. ക്വസ്റ്റ്യൻ 3, 3 more bicycles came to the ground. Then how many wheels are there in total? മക്കളെ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് 3 സൈക്കിളുകൾ കൂടി വന്നാൽ ആകെ എത്ര ചക്രങ്ങൾ ഉണ്ടാകും? നേരത്തെ 7 സൈക്കിളുകൾ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ 3 എണ്ണം കൂടി വന്നപ്പോൾ ആകെ എത്ര സൈക്കിളായി? 10 സൈക്കിളായി. അപ്പോൾ ആകെ ചക്രങ്ങൾ എത്രയായിരിക്കും? 10 × 2 = 20. അപ്പോൾ ഉത്തരം എത്രയാണ്? 20 വീൽസ്. Activity number 2, let's go for shopping. Anu and Sonu went to a shop. They checked the price list. അനുവും സോനുവും ഒരു കടയിൽ പോയി. അവർ അവിടുത്തെ വില പട്ടിക പരിശോധിച്ചു. മക്കളെ, ഇവിടെ തന്നിട്ടുള്ള വില പട്ടിക നോക്കൂ. നോട്ട്ബുക്കിൻ്റെ വില എത്രയാണ്? 30 rupees. പെൻസിൽ 10 rupees. കളറിംഗ് ബുക്ക് 40 rupees. പെൻസിൽ ബോക്സ് 35 rupees. വാട്ടർ ബോട്ടിൽ 70 rupees. വാട്ടർ കളർ 60 rupees. ചോദ്യം 1, ഹൗ മച്ച് മണി ഈസ് നീഡഡ് ടു ബൈ എ പെൻസിൽ ബോക്സ് ആൻഡ് എ വാട്ടർ ബോട്ടിൽ? ഒരു പെൻസിൽ ബോക്സും ഒരു വാട്ടർ ബോട്ടിലും വാങ്ങാൻ എത്ര രൂപ വേണം? മക്കളെ, പെൻസിൽ ബോക്സിൻ്റെ വില 35 rupees. അപ്പോൾ വാട്ടർ ബോട്ടിലിൻ്റെ വില എത്രയാണ്? 70 rupees. രണ്ടിനും കൂടി ആകുന്ന രൂപ 35 + 70 = 105 rupees. How much more does a pencil box cost than a pencil? ഒരു പെൻസിലിനേക്കാൾ എത്ര രൂപ കൂടുതലാണ് പെൻസിൽ ബോക്സിന്? മക്കളെ, പെൻസിലിൻ്റെ വില 10 rupees. പെൻസിൽ ബോക്സിൻ്റെ വില 35 rupees. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് പെൻസിലിനേക്കാൾ എത്ര രൂപ കൂടുതലാണ് പെൻസിൽ ബോക്സിന് എന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അത് 35 - 10 rupees. അപ്പോൾ എത്ര കിട്ടും? 25 rupees ആൻസർ കിട്ടും. അടുത്ത ചോദ്യം നോക്കൂ. അനു ബോട്ട് 5 പെൻസിൽസ്. ഹൗ മച്ച് ഷുഡ് ഷീ പേ? അനു 5 പെൻസിലുകൾ വാങ്ങി. അവൾ എത്ര രൂപ നൽകണം? ഒരു പെൻസിലിൻ്റെ വില എത്രയാണ്? 10 rupees. അപ്പോൾ 5 പെൻസിലാകുമ്പോൾ 5 × 10 എത്രയാണ്? 50 rupees. സോനു ബോട്ട് 2 items spending 100 rupees. Which all may be the items? സോനു 100 രൂപയ്ക്ക് 2 സാധനങ്ങൾ വാങ്ങി. അവ ഏതൊക്കെയാവാം? മക്കൾ, ഇവിടെ തന്നിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് 100 രൂപയ്ക്ക് സോനുവിന് വാങ്ങാൻ പറ്റുന്ന ഐറ്റംസ്: വാട്ടർ ബോട്ടിൽ, അതിൻ്റെ വില എത്രയാണ്? 70 രൂപ. നോട്ട്ബുക്കിൻ്റെ വില എത്രയാണ്? 30 rupees. അപ്പോൾ 70 + 30 = 100 rupees. അപ്പോൾ ഈ 2 സാധനങ്ങളും അവന് വാങ്ങാൻ പറ്റും. പിന്നെ ഈ ലിസ്റ്റിൽ വേറെ 100 രൂപയ്ക്ക് ഏതൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നതെന്ന് നോക്കാം. കളറിംഗ് ബുക്ക് 40 രൂപ. വാട്ടർ കളർ 60 rupees. അപ്പോൾ 40 + 60 = 100 rupees. അപ്പോൾ ഇതിൽ നിങ്ങൾ ആൻസർ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതിയാകും. ആക്ടിവിറ്റി നമ്പർ 3, ടൈം. റൈറ്റ് ദ ടൈം ഓൺ ദ ക്ലോക്ക്. ക്ലോക്കിലെ സമയം എഴുതുക. മക്കളെ, ഇവിടെ 2 ക്ലോക്കുകൾ തന്നിട്ടുണ്ട്. ഈ ക്ലോക്കിൽ ടൈമും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്ലോക്കിലെ ടൈം എത്രയാണ്? 8 o'clock. ക്ലോക്കിന് നേരെ താഴെയുള്ള ബോക്സിൽ 8 o'clock എന്ന് എഴുതുക. മക്കളെ, അടുത്ത ക്ലോക്കിലെ ടൈം എത്രയാണ്? 10 o'clock. അപ്പോൾ താഴെ 10 o'clock എന്ന് എഴുതുക. അടുത്ത് നോക്കൂ. മാർക്ക് ദ ടൈം ഓൺ ദ ക്ലോക്ക്. ക്ലോക്കിൽ സമയം അടയാളപ്പെടുത്തുക. ഇവിടെ 2 ക്ലോക്കുകൾ തന്നിട്ടുണ്ട്. അതിൽ ടൈം അടയാളപ്പെടുത്തിയിട്ടില്ല. താഴെ ഒരു ടൈം എഴുതിയിട്ടുണ്ട്. ആ ടൈം നമ്മൾ ഈ ക്ലോക്കിൽ എന്ത് ചെയ്യണം? അടയാളപ്പെടുത്തണം. അതിനുവേണ്ടി അവർ സൂചിയും മിനിറ്റ് സൂചിയും വരച്ച് നൽകണം.
ആദ്യത്തെ ക്ലോക്കിന് താഴെ തന്നിട്ടുള്ള ടൈം ഏതാ? 1 o'clock. അപ്പോൾ 1 o'clock ആണ് ആദ്യത്തെ ക്ലോക്കിൽ അടയാളപ്പെടുത്തേണ്ടത്. മക്കളെ 1 o'clock അടയാളപ്പെടുത്താൻ അവർ സൂചി 1ലും 12ലെ മിനിറ്റ് സൂചിയും വരണം. അപ്പോൾ എത്ര ടൈം ആവും? 1 o'clock ആകും. അടുത്ത ക്ലോക്കിൽ അടയാളപ്പെടുത്തേണ്ട ടൈം 4 o'clock ആണ്. അപ്പോൾ അവർ സൂചി 4ലും മിനിറ്റ് സൂചി 12ലും വരണം. ഈ ആക്ടിവിറ്റിയിലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അനു വെൻറ്റ് ടു സോനൂസ് ഹൗസ് ടു പ്ലേ അറ്റ് 9 in the morning on Sunday. മക്കളെ, അനു ഞായറാഴ്ച രാവിലെ 9 മണിക്ക് സോനുവിൻ്റെ വീട്ടിൽ കളിക്കാനായിട്ട് പോയി. ഷീ ടുക്ക് 2 hours ടു റിട്ടേൺ ഹോം. കളി കഴിഞ്ഞ് വീട്ടിലെത്താൻ 2 മണിക്കൂർ സമയമെടുത്തു. അറ്റ് വാട്ട് ടൈം ഡിഡ് അനു റീച്ച് ഹോം? എത്ര മണിക്കാണ് അനു വീട്ടിലെത്തിയത്? മക്കളെ, ഇവിടെ നോക്കൂ. അനു സോനുവിൻ്റെ വീട്ടിൽ കളിക്കാൻ പോയത് 9 മണിക്കാണ് അല്ലേ? അപ്പോൾ 2 മണിക്കൂർ അനു സോനുവിൻ്റെ വീട്ടിൽ കളിച്ചു. അപ്പോൾ അനു വീട്ടിലെത്തിയ സമയം കണ്ടുപിടിക്കാൻ ഇപ്പോൾ 9 o'clockനോട് 2 hours കൂട്ടണം. 9 + 2 = 11. അപ്പോൾ 11 മണിക്കാണ് അനു വീട്ടിൽ തിരിച്ചെത്തിയത്. ആക്ടിവിറ്റി നമ്പർ 4. ലെറ്റ്സ് ഫൈൻഡ് ദ നമ്പേഴ്സ്. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഇൻ ദ കോളംസ്. മക്കളെ, ഇവിടെ തന്നിട്ടുള്ള കോളങ്ങളിലെ വിട്ടുപോയ സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എഴുതിയാലോ? മക്കളെ, ഇവിടെ വരുന്നത് 181 മുതൽ 200 വരെയുള്ള ക്രമമായിട്ട് വരുന്ന സംഖ്യകളാണ് വരുന്നത്. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ബിറ്റ്വീൻ 196 and 198 ഈസ് 196നും 198നും ഇടയിലുള്ള സംഖ്യ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏത് സംഖ്യയാണ് വരിക? 197 ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നമ്പർ ജസ്റ്റ് ബിഫോർ 181 ഈസ്. മക്കളെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് 181ന് തൊട്ട് മുമ്പുള്ള സംഖ്യ ഏതെന്നാണ്. ഏതാണ്? ആൻസർ ഈസ് 180. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫ്രം ദ ഗിവൺ നമ്പേഴ്സ് റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ ലാർജസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. മക്കളെ, ഇവിടെ തന്നിട്ടുള്ള സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളെ, ഇവിടെ തന്നിട്ടുള്ള സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 199 ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന വലിയ സംഖ്യ ഏതാണ്? 193. അത് കഴിഞ്ഞിട്ട് വരുന്ന വലിയ സംഖ്യ 190. അത് കഴിഞ്ഞിട്ട് വരുന്നത് 187. അത് കഴിഞ്ഞിട്ട് വരുന്നത് 185. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏറ്റവും ലാസ്റ്റിലത്തെ സംഖ്യ ഏതാ? 182. ആക്ടിവിറ്റി നമ്പർ 5. ഇൻ ഹൗ മെനി വേസ് ക്യാൻ വി റൈറ്റ് ദിസ്? അതായത് മക്കളെ, നടുക്കിലെ വട്ടത്തിൽ തന്നിട്ടുള്ള 75നെ ഏതൊക്കെ രീതിയിൽ എഴുതാമെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒരെണ്ണം തന്നിട്ടുണ്ട്. 75 ones, 75 ഒന്നുകൾ. 7 tens, 5 ones. 75നെ ലെറ്റേഴ്സിൽ എഴുതിയത് 75. 50 + 25. 80 - 5. 70 + 5. മക്കളെ, ഇതോടുകൂടി HS അറ്റാച്ച്ഡ് 2ാം ക്ലാസ്സിലെ മാത്സ് ആനുവൽ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ അവസാനിച്ചു. വളരെ എളുപ്പമുള്ളതായിരുന്നു പരീക്ഷ. അപ്പോൾ വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോകല്ലേ.